Radio Library. Radio Library with RJ Radish. അറിയാത്ത സമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരൻ, മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ ഓർമ്മകളുമായി, അദ്ദേഹത്തിന്റെ എഴുത്തുകളുമായി അക്ഷരമാസമായി നമ്മൾ ആചരിക്കുകയാണ് റേഡിയോ മലയാളം 98.6 MT കഥാകാലം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. റേഡിയോ ലൈബ്രറിയിൽ ഇന്ന് MT വാസുദേവൻ നായരുടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിരിക്കുന്നത് ചിത്ര ശിവനാണ്. സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക്. നമസ്കാരം രതീഷ്. ശരിക്കും ഇതൊരു നല്ല ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ. അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. MT നമുക്കറിയാം, മലയാള സാഹിത്യത്തിന്റെ ചരിത്രത്തിൽ ചില പേരുകൾ കാലത്തെ അതിജീവിക്കുന്നു. ചില ശബ്ദങ്ങൾ തലമുറകളുടെ മനസ്സിൽ നിശബ്ദമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പേരാണ് MT വാസുദേവൻ നായർ. അദ്ദേഹം ഒരു അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളുമാണ്. അദ്ദേഹത്തിന്റെ നോവലുകളും ചെറുകഥകളും തിരക്കഥകളും മലയാള സാഹിത്യത്തെ പൊതുവായനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലേ വായിച്ചു തുടങ്ങിയ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് MTയുടെ T പത്മനാഭന്റെ ഒക്കെ പുസ്തകങ്ങളാണ്. അന്ന് ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ നമ്മളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കഥകളായിട്ട് നമ്മളെ അത് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓരോ കഥകളും. പിന്നീട് ഇങ്ങോട്ടേക്ക് വന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം നിന്ന് വായിക്കുമ്പം നമുക്കതിനെ കുറച്ച് ആ ഒരു കാലത്തിന്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും എല്ലാ കാലത്തെയും അതിജീവിക്കുന്ന കഥകളാണ് MT എഴുതിയിട്ടുള്ളത്. MT വാസുദേവൻ നായരുടെ പ്രശസ്തമായ ചെറുകഥകളുടെ സമാഹാരമാണ് മലയാളത്തിന്റെ സുവർണ കഥകൾ. അപ്പൊ അതിൽ നിരവധി കഥകളുണ്ട്. അതാണ് ഇന്ന് റേഡിയോ ലൈബ്രറിയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. MTയുടെ ചെറുകഥ എഴുത്ത് ആരംഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1947 പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലൂടെയാണ് MTയുടെ എഴുത്ത് ജീവിതം ആരംഭിക്കുന്നത്. കവിതയും ലേഖനവും കഥയും ഒക്കെ പരീക്ഷിച്ച ശേഷം 50കളുടെ ആരംഭത്തിലാണ് അദ്ദേഹം ചെറുകഥ തന്റെ പ്രിയപ്പെട്ട സാഹിത്യ രൂപമായി തിരഞ്ഞെടുക്കുന്നത്. ചെറുകഥയെ അദ്ദേഹം കവിതയ്ക്കൊപ്പം നിർത്തിയാണ് കണ്ടത്. ഒരു വാചകമോ ചിലപ്പോൾ ഒരു വാക്കോ പോലും അധികമായാൽ കഥയുടെ രൂപഭംഗി തകരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഈ കർശനമായ സ്വയം ശാസനയാണ് MTയുടെ ചെറുകഥകൾക്ക് അപൂർവമായ സങ്കുചതയും മൂർച്ചയും നൽകിയത്. 1953 മാതൃഭൂമി നടത്തിയ ലോകകഥാ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ വളർത്തുമൃഗങ്ങൾ അദ്ദേഹത്തെ വിശാലമായ വായനാ സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. തുടർന്നാണ് അദ്ദേഹം ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, ഓപ്പോൾ തുടങ്ങിയ കഥകളൊക്കെ എഴുതുന്നത്. സ്വതന്ത്രമായ ഭാഷയും അനുഭവ ലോകവുമുള്ള കഥാകൃത്ത് എന്ന നിലയിൽ MT പ്രശസ്തി ആർജിക്കുകയും ചെയ്തു. MTയുടെ രചനാലോകം മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന സൂചന കൂടല്ലൂർ എന്ന ഗ്രാമനാമത്തിലാണ്. കൂടല്ലൂര് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ സാഹിത്യ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും അധികം ഞാൻ കടപ്പെട്ടിരിക്കുന്നത് കൂടല്ലൂരിനോടാണ്. MTക്ക് കൂടല്ലൂർ ഒരു സർവകലാശാലയായിരുന്നു. അവിടുത്തെ അച്ഛനും അമ്മയും ബന്ധുക്കളും അയൽക്കാരും വേലായുധേട്ടനും ഗോവിന്ദൻകുട്ടിയും പകിടകളിക്കാരൻ കോന്തുണ്ണിയും ഇവരെല്ലാം കഥാപാത്രങ്ങളായിട്ട് വന്നപ്പോ അവർക്ക് അഭിനയിക്കേണ്ടി വന്നില്ല. ശരിക്കും MTയുടെ കഥകളിലൂടെ അവർ ജീവിക്കുകയായിരുന്നു. MT തന്നെ പറയുന്നുണ്ട്, എന്റെ ചെറിയ അനുഭവ മണ്ഡലത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരുടെ കഥകളാണ് എന്റെ സാഹിത്യത്തിൽ ഭൂരിഭാഗവും എന്ന്. കൂടല്ലൂർ ഒരു ഭൗഗോളിക ഇടം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാഷയും വീക്ഷണവും മാനസിക ലോകവും രൂപം കൊണ്ട ഒരു അനുഭവ പ്രദേശം കൂടിയാണ്. അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയതുപോലെ തന്റെ സാഹിത്യ ജീവിതത്തിൽ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന കൂടല്ലൂരിനോടാണ്. കൂടല്ലൂരിനോടൊപ്പം നിലകൊള്ളുന്ന ഭാരതപ്പുഴ MTയുടെ രചനകളിൽ ഒരു പശ്ചാത്തലം മാത്രമല്ല, നദി ഇവിടെ ഓർമ്മയുടെ, കാലത്തിന്റെ, സാമൂഹ്യ പരിവർത്തനത്തിന്റെ സാക്ഷിയായി മാറുന്നു. മനുഷ്യജീവിതത്തിലെ മാറ്റങ്ങളും നഷ്ടങ്ങളും പ്രതീക്ഷകളും നദിയുടെ ഒഴുക്കിലൂടെ അദ്ദേഹം ദൃശ്യവൽക്കരിച്ചു. മലയാളത്തിന്റെ സുവർണ കഥകൾ എന്ന് പറഞ്ഞ ഈ ചെറുകഥാ സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കഥകൾ വിത്തുകൾ, ഓപ്പോൾ, കർക്കിടകം, കുട്ടിയടത്തി, ഇരുട്ടിന്റെ ആത്മാവ്, വിൽപ്പന, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, പെരുമഴയുടെ പിറ്റേന്ന്, ഷെർലക്, കൽപ്പാന്തം, കാഴ്ച, ശിലാലിഖിതം എന്നീ 12 ചെറുകഥകളാണ്. ഇതില് മിക്കവാറും എല്ലാ കഥകളും തന്നെ നമ്മൾ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉള്ള കഥകളാണ്. പക്ഷെ എന്നിരുന്നാലും കുട്ടിയടത്തിക്ക് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. വലിയമ്മയ്ക്ക് 2 പെൺമക്കൾ ഉണ്ടായിരുന്നു, കുട്ടിയടത്തിയും ജാനുവടത്തിയും. ജാനുവടത്തെ കാണാനാണ് ചന്തം. വെളുത്തിട്ടാണ്, നീലിച്ച ഞരമ്പുകൾ, തെളിഞ്ഞു നിൽക്കുന്ന കൈത്തണ്ടുകൾക്ക് വാഴക്കൊമ്പിന്റെ മിനുപ്പുണ്ട്. അവർ അടുത്തു വരുമ്പോൾ ചന്ദനസോപ്പിന്റെ മണമുണ്ട്. എപ്പോഴും അവരുടെ മുണ്ടും ബ്ലൗസും ഒക്കെ വെളുവെളയെ തെളിഞ്ഞിരിക്കും. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം കുട്ടിയടത്തിയോടായിരുന്നു. കുട്ടിയടത്തി കറുത്തിട്ടാണ്. ജാനുവടത്തിയുടെ അഭിപ്രായത്തിൽ തൊട്ട് കണ്ണെഴുതാം. ചിരിക്കാതിരിക്കുമ്പോഴും വലിയ 2 പല്ലുകളുടെ അറ്റം പുറത്തു കാണും. അവരുടെ കൈത്തണ്ടിയിൽ പിടിക്കുമ്പോൾ ഉണങ്ങിയ വിറകുകൊള്ളിയിൽ പിടിക്കുന്ന പോലെ എന്തൊരു പരുപരുപ്പാണ്. കറുത്ത പൊള്ളിയുള്ള ജാക്കറ്റാണ് നിത്യവും കാണുക. നിറയെ അഴുക്കുണ്ടാവും. മുണ്ടിൽ മണ്ണും കരിയും കാണാത്ത നേരമില്ല. അടുത്തു വരുമ്പോൾ വിയർപ്പിന്റെയും എണ്ണയുടെയും നനച്ചു നിവർത്താതെ ഇട്ട ഈറൻ തുണിയുടെയും മണമുണ്ട്. ഓക്കാനം വരും. ഒരു കാര്യം വിട്ടുപോയി, കുട്ടിയടത്തിയുടെ ഇടത്തെ കാതിൽ മണിയുണ്ട്.
മണിയുണ്ട്. മണി എന്ന് വെച്ചാൽ ഒരു കഷ്ണം മാംസം തുറിച്ചു നിൽക്കുന്നതാണ്. അവർ അടുത്ത് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, തല വേർപെടുത്തിരിക്കുമ്പോൾ എല്ലാം ഞാൻ മണിയായിരിക്കും നോക്കുന്നത്. കുട്ടിയെടുത്തി അത് തൊടുന്നത് കാണുമ്പോൾ അറപ്പ് തോന്നുന്നത് എനിക്കാണ്. എന്നാലും കുട്ടിയെടുത്തിയെ എനിക്ക് ഇഷ്ടമായിരുന്നു. വീട്ടിൽ ആർക്കും കുട്ടിയെടുത്തിയെ ഇഷ്ടമല്ല. വലിയമ്മ കാണുമ്പോഴൊക്കെ ശകാരിക്കും. കാരണങ്ങൾ എപ്പോഴും ഒന്നാണ്: അടക്കമില്ല, ഒതുക്കമില്ല. തോട്ടം മുടിയാൻ കാലത്ത് ചണ്ണ പൊട്ടുമെന്നൊരു തത്വവും ശകാരത്തിന്റെ കൂടെ വലിയമ്മ പറയും. അതുകൊണ്ടും തീർന്നില്ലെങ്കിൽ നീയാവും കാലത്ത് നക്കുപ്പും നാരായക്കല്ലുണ്ടാവില്ല. എപ്പോഴും കേൾക്കാറുള്ളത് കൊണ്ടാവണം കുട്ടിയെടുത്തി അപ്പോൾ ഉറക്കച്ചിരിക്കും. അത് കണ്ട വലിയമ്മയ്ക്ക് കലി കയറും. അടുത്തു കിടക്കുന്ന വെട്ടുകത്തിയോ മരക്കയിലോ എടുത്ത് അടിക്കാൻ ഓങ്ങിക്കൊണ്ട് പറയും, പൊയ്ക്കോ എന്റെ മുമ്പീന്ന്, പൊയ്ക്കോ, ഇതെന്റെ വയറ്റിൽ ഉറുപ്പിയോ, ജന്മം പാഴായി. കുട്ടിയെടുത്തി വലിയമ്മ പറയുന്നത് മിക്കപ്പോഴും അനുസരിക്കില്ല. എന്റെ കൂടെ നടന്ന് കളിക്കാനാണ് അവർക്കിഷ്ടം. കയ്യാലിയുടെ പിന്നിലിരുന്ന് കൊത്തക്കല്ല് കളിക്കും. മണലിൽ മാന്തി കുഴിയാനയെ പിടിച്ചു തരും. ഇതൊന്നും വലിയമ്മ കാണാതെ വേണം. എന്റെ അമ്മയും കാണാൻ പാടില്ല. കണ്ടാൽ ശകാരം എനിക്കല്ല, കുട്ടിയെടുത്തിക്കാണ്. മാളുകുട്ടിയേ, വലിയമ്മ വിളിക്കും ഇടിമുരളുന്ന ശബ്ദത്തിൽ. വിളി കേട്ടില്ലെങ്കിൽ പിന്നത്തെ വിളി, എടി ഒരുമ്പൊട്ടോളെ. എന്താ അമ്മയ്ക്ക്? കുട്ടിയെടുത്തേക്ക് രസിക്കില്ല. ഒന്നിനൊക്കണം പോന്ന ഒരു പെണ്ണടി നീയ, കുറ്റാടി. 2 കച്ച തരാൻ ഒരുത്തൻ വരാത്തത്. കുട്ടിയെടുത്തി കളിച്ചു നടക്കാൻ പാടില്ല, ദോഷമുണ്ട്. കുട്ടിയെടുത്തേക്ക് ഒരാൾ വരില്ല. വലിയമ്മ എന്നെ ശകാരിക്കില്ല, ഉപദേശിക്കും. വാസോ, നീ ഒരാൺകുട്ടിയാ, നീ ഈ പെണ്ണിന്റെ വാൽമ്പെ തൂങ്ങി നടക്കരുത്. വലിയമ്മയ്ക്ക് എനിക്കും ഒരു തത്വം പറഞ്ഞു തരാനുണ്ട്. കല്ലാടും മുറ്റത്ത് നെല്ലാടില്ല. കുട്ടിയെടുത്തി ഒരിടത്ത് അടങ്ങിയിരിക്കില്ല, എല്ലാവരുമായി വഴക്കുകൂടും. കുളക്കടവിൽ നിന്ന് ഓരോ ദിവസവും പോരുന്നതും ഓരോ കേസുണ്ടാക്കിയിട്ടാണ്. ആന്തൂരെ മീനാക്ഷിയമ്മയുടെ വെള്ളിക്കിണ്ണം വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചുമ്മുക്കുട്ടിയുടെ പുറം അടിച്ചു പൊളിച്ചു. ജലപ്പിശാചുകാരിയായ മൂകാമി അമ്മയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. അങ്ങനെ പലതും. അമ്മയും വലിയമ്മയും 100 വട്ടം വിളക്കിയാലും തുലാത്തിൽ വെള്ളം കോരും. ഉച്ചയ്ക്ക് കുട്ടിയടുത്തേക്ക് ഒരു സർക്കിട്ടുണ്ട്. ഇല്ലത്ത് വളപ്പിലും വടക്കേതിലും കാളിയുടെ പുരയിലും ആമിനുമ്മയുടെ മുറ്റത്തും ചുറ്റി നടന്നേ തിരിച്ചെത്തു. കുട്ടിയടുത്തി ഒന്നിനൊക്കോണം പോന്ന പെണ്ണായതുകൊണ്ട് അങ്ങനെ നടക്കാൻ പാടില്ല, അമ്മ പറഞ്ഞു. വലിയമ്മ പറഞ്ഞു. വലിയമ്മ പുളിവാറൽ ഒടിയുന്നത് വരെ അടിച്ചു നോക്കി. പക്ഷെ കുട്ടിയടുത്തി അത് നിർത്തിയില്ല. ഊണ് കഴിഞ്ഞാൽ വലിയമ്മ നടപ്പുരയിൽ കിടന്നുറങ്ങും. അമ്മ വടക്കിനിയിലും. ജാനുവടത്തിയുടെ മുറി മുകളിലാണ്. ഊണ് കഴിഞ്ഞാൽ വെച്ചില മുറുക്കി ചുണ്ടു ചുവപ്പിച്ചു മുകളിലത്തെ മുറിയിൽ ചാരുപടിയിൽ കയറിയിരുന്ന അവർ സരോജിനിയുടെ കടും കൈ പാടാൻ തുടങ്ങും. പതുക്കെയാണ്. ജാനുവടത്തിക്ക് വായിക്കാൻ അറിയാം, എഴുത്തു പഠിച്ചിട്ടുണ്ട്. കുട്ടിയടുത്തിയുമായി വഴക്കുണ്ടാക്കുമ്പോഴെല്ലാം അവർ പറയും, കുട്ടിയടുത്തി, ഞാനേ 2 അക്ഷരം പഠിച്ചതാ. ഇടയ്ക്ക് ജാനുവടത്തിയുടെ മുറിയിൽ ഞാൻ കയറി ചെല്ലും. പാട്ടുപുസ്തകം വായിക്കാത്ത നേരത്തെല്ലാം അവർ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് നെറ്റിയെ തലമുടി ചുരുട്ടി പതിപ്പിച്ചു വെച്ച് കുറുനിരയുണ്ടാക്കാൻ ശ്രമിക്കുകയാവും. അവരുടെ മേലെങ്ങാൻ തൊട്ടുപോയാൽ പറയും, ചെക്കൻ മേത്തൊക്കെ ചള്ളിയാക്കി. കിടക്ക തൊടരുത്, പാട്ടുപുസ്തകം തൊടരുത്, കാൽപ്പെട്ടി പുറത്തു വെച്ച കണ്ണാടിയും ചാന്തുകുപ്പിയും മഷിയളുക്കും തൊടരുത്. സത്യം പറഞ്ഞ ജാനുവടത്തിയുടെ മഷിയളുക്ക് കാണാനാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. നല്ല ചന്തമുള്ള മഷിയളുക്കാണ്. 3/4 വട്ടത്തിൽ അതിന്മേലൊരു കണ്ണാടി പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മുറിയിൽ കിടന്ന ജാനുവടത്തിക്ക് പരിഭ്രമമായി. ചെക്ക, മിണ്ടാതിരുന്നോ. ചെക്ക, ഇത് തൊടണ്ട. ചെക്ക, അത് തള്ളിയിടും. അവർക്കെന്നെ പേര് വിളിച്ചാൽ എന്താ? ചെക്കനെന്നല്ല എന്റെ പേര്. കുട്ടിയെടുത്തി എന്റെ പേരാണ് വിളിക്കുക. സ്നേഹത്തോടുകൂടി അവർ നീട്ടു വിളിക്കുന്നത് ബാസുവോ എന്നാണ്. അത് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. കുട്ടിയെടുത്തി മുറിയിൽ കടന്നാൽ ജാനുവടത്തി വലിയമ്മയെ വിളിച്ചു കരയാൻ തുടങ്ങും. എന്തു തൊട്ടാലും നിലവിളിയാണ്. തൊട്ടതൊക്കെ കേടുവന്നു കഴിഞ്ഞു എന്നാണ് കേസ്. വലിയമ്മ പറയുന്നത്, എടി, അവൾ നിന്റെ താഴെയുള്ളതല്ലേ. കുട്ടിയെടുത്തിക്ക് അതിനും മറുപടി പറയാനുണ്ട്. ഞാൻ അവളുടെ മൂത്തതല്ലേ. ഒരിക്കൽ അയയിലിട്ടിരുന്ന കസവുമുണ്ടൊന്ന് എടുത്ത് കുട്ടിയെടുത്ത് ചുറ്റി നോക്കി. അത് കണ്ടപ്പോൾ ജാനുവടത്തിക്ക് സഹിച്ചില്ല. അയൽ ഇപ്പിടി കരിയാക്കി. എനിക്ക് ഞാൻ ആര്യാമ്പാടത്തേക്ക് പോകുമ്പോ എന്താ എന്റെ ഈശ്വര ആ ചിറ്റ? കുട്ടിയെടുത്ത് 2 കൈയും നിവർത്തി കാണിച്ചു ചോദിച്ചു, എവിടെയടി എന്റെ കൈമ്പയില് കരി? അത് കേൾക്കാതെ ജാനുവടത്തി മുറവിളി കൂട്ടി. അമ്മേ, ഈ മുണ്ടിൽ അപ്പിടി ചള്ളിയാക്കി. ഞാൻ എന്താടി ചെറുമിയ? ആവോ, നീ ഒരു സുന്ദരി വന്നിരിക്കുന്നു. കുട്ടിയെടുത്തി മുണ്ടഴിച്ചു ചുരുട്ടിക്കൂട്ടി അവരുടെ മുഖത്തേക്ക് പുച്ഛത്തിൽ ഒരു ഏറ് കൊടുത്തു. ഞാൻ വിചാരിച്ചു, അത് നന്നായി, അവർക്ക് അങ്ങനെ വേണം. സുന്ദരിയാച്ചാൽ കുട്ടിയെടുത്തേക്ക് വലിയ നഷ്ടമല്ലല്ലോ. സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ കുട്ടിയെടുത്തി അനുഭവിക്കേണ്ടി വന്ന വിഷമങ്ങളും അവഗണനകളുമാണ് ഈ കഥയിലൂടെ MD വാസുദേവൻ നായർ നമുക്ക് കാണിച്ചു തരുന്നത്. അന്നത്തെ കാലവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ആരെയും അവരുടെ അപ്പിയറൻസിന്റെ പേരിലോ അവരുടെ നിറത്തിന്റെയോ ഒന്നിന്റെയും പേരിൽ അവരെ ബോഡി ഷേമിംഗ് ചെയ്യാൻ പറ്റരുതെന്ന് നിർബന്ധമായും ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ കുട്ടിയെടുത്തിയെ പോലെ ഒരാൾ ഇനി കുട്ടിയെടുത്തി സഹിച്ച പോലുള്ള ഒരു മനോവ്യത ഇനി ഒരു കാലഘട്ടത്തിൽ ആളുകൾ അനുഭവിക്കേണ്ടി വരില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അന്നത്തെ കാലത്ത് സൗന്ദര്യത്തിന്റെ പേരിലും നിറത്തിന്റെ പേരിലും ഒക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ചെറിയ രീതിയിലുണ്ട് എങ്കിൽ പോലും ഒരുപാട് മാറ്റം ഇന്നത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് MD. 1933 ജനിച്ച് 2024 ക്രിസ്മസ് ദിനത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ MD മലയാളികൾക്ക് ഒരു വെറും എഴുത്തുകാരനല്ല, അദ്ദേഹം ഒരു കാലഘട്ടമാണ്.
ഒരു മനോഭാവമാണ്, ഒരു സംസ്കാരത്തിന്റെ ഓർമ്മയാണ്. മലയാളികൾ ലോകമെമ്പാട് സ്നേഹത്തോടെ MD എന്ന് വിളിച്ച ഈ മനുഷ്യൻ ആധുനിക മലയാള സാഹിത്യത്തിന്റെ നട്ടെല്ലായി മാറുകയായിരുന്നു. ചെറുകഥകളിലൂടെയായിരുന്നു MDയുടെ ശക്തമായ തിരിച്ചുവരവെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അദ്ദേഹത്തിന്റെ രക്തം പുരണ്ട മൺതരികൾ, വെയിലും നിലാവും, വേദനയുടെ പൂക്കൾ, നിന്റെ ഓർമ്മയ്ക്ക്, ഈ കഥകളിലൊക്കെ നമ്മൾ കണ്ടത് പുറമെ സാധാരണക്കാരായ മനുഷ്യരെ, പക്ഷെ അകത്ത് മുഴുവൻ കലഹങ്ങളും വേദനകളും അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും ഒക്കെയുള്ള ആളുകളെ. MD വാസുദേവൻ നായരുടെ മിക്ക കൃതികളും സിനിമയായിട്ട് വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ചെറുകഥകൾ ഉൾപ്പെടെ. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു അന്തോളജി ഉണ്ടല്ലോ, മനോരഥങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള, അതിനകത്ത് ഉള്ള ഒരു കഥയാണ് ഷെർലക്. ഒരു പൂച്ചയെ കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഒരു ചെറുകഥയാണിത്. സാവധാനത്തിൽ എഴുന്നേറ്റാൽ മതിയെന്ന് ചേച്ചി പറഞ്ഞിരുന്നു. ചേച്ചി 5:30 ഉണരും, 7 പുറപ്പെടും. 1 മണിക്കൂർ 15 മിനിറ്റ് കാർ ഓടിക്കണം ജോലി സ്ഥലത്തേക്ക്. ചാരിയ വാതിൽ ആരോ തുറന്നപ്പോൾ ബാലു ഉണർന്നു. പൂച്ചയുടെ പണിയാ. 7 മണി. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ചേച്ചി പുറത്തേക്ക് ഇറങ്ങുന്നു. എണീറ്റോ, ഫ്രിഡ്ജിന്റെ പുറത്ത് നിനക്കൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ചേച്ചി 2 കാര്യങ്ങൾ രാത്രി പറയാൻ വിട്ടുപോയി. നടരാജ വിഗ്രഹത്തിന്റെ ചുവട്ടിലാണ് മുൻവാതിലിന്റെ താക്കോൽ. വാതിൽ താനെ അടയുന്നതാണ്. പുറത്തിറങ്ങുമ്പോൾ താക്കോൽ കരുതണം. ഇല്ല, ഞാൻ പുറത്തു പോകുന്നില്ല. ഗുഡ്, വായിച്ചോ. TV-യിൽ പലതും ഉണ്ടാകും. എന്റെ മുറിയിലിരുന്നോ TV കാണണമെങ്കിൽ. 2ാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് താഴത്തെ ബാത്റൂമിന്റെ വാതിൽ എപ്പോഴും തുറന്നു വെക്കണം എന്നതാണ്. കാരണം പൂച്ചയുടെ ഭക്ഷണപാത്രവും കാഷ്ടപ്പെട്ടിയും അതിനകത്താണ്. 4:30 തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ചേച്ചി പുറത്തിറങ്ങി വാതിലടച്ചു. ചെടിച്ചട്ടിയിൽ വെച്ച ജനാലപ്പടിമേൽ ചാടിക്കയറി പൂച്ച കണ്ണാടിയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. കാർ പാർക്കിങ്ങിൽ നിന്ന് ചേച്ചി പുറത്തേക്ക് ഡ്രൈവ് ചെയ്തു പോയപ്പോൾ പൂച്ച ബാലുവെ നോക്കി താഴെ ഇറങ്ങി. ഇനി ഭരണം എന്റേതാണെന്ന് പറയുകയാണെന്ന് തോന്നും പൂച്ചയുടെ നോട്ടം കണ്ടാൽ. വെള്ളിയാഴ്ച വൈകുന്നേരം ഫിലാഡൽഫിയയിൽ വന്നിറങ്ങത്തക്കവണ്ണമാണ് ചേച്ചി ബാലുവിന്റെ ടിക്കറ്റ് ഏർപ്പാട് ചെയ്തിരുന്നത്. ശനിയും ഞായറും ചേച്ചി വീട്ടിലുള്ളപ്പോൾ വീട്ടിലെ യന്ത്രങ്ങളുമായി പരിചയപ്പെടാമല്ലോ. അമേരിക്കൻ സമയവുമായി ഇന്ത്യൻ ശരീരം പൊരുത്തപ്പെടാനുള്ള സമയവും കിട്ടുന്നു. ഭക്ഷണ സാധനങ്ങൾ ഏതിലെല്ലാം, വിറ്റാമിൻ ഗുളികകൾ ഏതൊക്കെയുണ്ട്, എല്ലാം കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞു. മൈക്രോവേവ് ഓവന്റെ ബട്ടണുകൾ കൃത്യമായി അമർത്താൻ പഠിച്ചു കഴിഞ്ഞു. ചേച്ചിക്ക് ചെറുപ്പത്തിൽ തന്നെ കയ്യും കണക്കും കണിശമാണ്. ചേച്ചി പറഞ്ഞു, ധാരാളം വിശ്രമിക്കുക, ഇടയ്ക്ക് വായിക്കുക. 2 മാസം കൊണ്ട് ശരീരവും മനസ്സും നന്നാക്കിയെടുക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ചേച്ചി. വേണമെങ്കിൽ നിനക്ക് വല്ലതും എഴുതാം. അമേരിക്കൻ ഇംപ്രഷൻസ്. 6 മാസത്തിൽ ഒരു 10 വരി കവിത എഴുതിയാൽ ജീവിക്കാനാവുമോ? ബാലു ഒന്നും മിണ്ടിയില്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ജേർണലിസത്തിൽ ഡിപ്ലോമ. ഹൈലി ക്വാളിഫൈഡ്. എന്തൊക്കെ ചെയ്യാം? ചേച്ചി നെടുവീർപ്പിട്ടു. ഒരു നിരാശാഭാവത്തിൽ. വന്നു കയറി ഉടനെ ബാലു ഒരു തർക്കത്തിന് തയ്യാറായില്ല. മനസ്സിൽ പറഞ്ഞു, ദൈവവും ഞാനും തമ്മിലുള്ള ഇടപാടുകളിൽ എവിടെയൊക്കെയോ പിഴവ് പറ്റി. ചേച്ചി ഒരു സ്കോളർഷിപ്പിന് ശ്രമിക്കുന്നു. എവിടേക്കോ അപേക്ഷകൾ അയക്കണമെന്ന് ജയന്ത് പറയും. ഇവിടെ അധ്വാനിക്കുന്നവർക്കേ അമേരിക്കയിൽ എന്തെങ്കിലുമായി തീരാൻ കഴിയൂ. വിജയത്തിന്റെ മുകൾത്തട്ടാവട്ടെ ആകാശത്തേക്കാൾ ഉയരത്തിലും. പിന്നെ ചേച്ചി മലയാളത്തിൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ശരിയാവും, നമുക്ക് ശരിയാക്കാം. ഏതോ ചില അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം ഈ 27ാം വയസ്സിൽ. ചേച്ചിക്ക് ഇപ്പോഴും അനിയനിൽ വിശ്വാസമുണ്ട്. ചോര ഛർദ്ദിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ചേച്ചി പലതവണ വിളിച്ചിരുന്നുവെന്ന് പിന്നീടറിഞ്ഞു. ആരുടെയൊക്കെയോ പ്രാർത്ഥനകൾ കൊണ്ടും മരണം വഴിമാറി നടന്നു. വലിയേച്ചി ഓർമ്മിപ്പിക്കാറുണ്ട്. പൂച്ച കുളിമുറിയിലേക്ക് കയറിയപ്പോൾ ബാലു അടുക്കളയിൽ വന്ന് ചായയുണ്ടാക്കി. അവശേഷിച്ച ഒരൊടിഞ്ഞ സിഗരറ്റ് കത്തിച്ചു. അടുക്കളയിൽ മ്യൂസിക് സിസ്റ്റവും പാചക ഗ്രന്ഥങ്ങളും വെച്ച മേശപ്പുറത്തെ ചെടിച്ചട്ടിയിൽ സിഗരറ്റ് കുത്തിക്കെടുത്തിയപ്പോൾ പ്രതിഷേധം പോലെ ഒരു മുരളലുണ്ടായി. പൂച്ചയാണ്. ഇവിടെ ആരും സിഗരറ്റ് വലിക്കാറില്ല. വീട്ടിൽ വന്നു കയറിയ ദിവസം ചേച്ചി കൂടുതലായി സംസാരിച്ചത് ഈ പൂച്ചയെ പറ്റിയാണ്. വലിയേച്ചിയുടെയും മക്കളുടെയും വിവരം അന്വേഷിച്ചു. കുട്ടിയമ്മാവന്റെ മകളുടെ കല്യാണത്തിന് $100 അയച്ചു കൊടുത്ത കാര്യവും അക്കൂട്ടത്തി പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ മടിയിൽ കയറിക്കൂടിയ പൂച്ചയെപ്പറ്റി വർണ്ണിക്കാൻ തുടങ്ങി. വീട്ടിൽ തനിച്ചാവുമ്പോൾ ജീവനുള്ള എന്തെങ്കിലും ഒന്ന് ചുറ്റിത്തിരിയുന്നത് കാണുമ്പോൾ ഒരാശ്വാസമാണ്. ജയന്ത് തിരിച്ചു വരാൻ ചിലപ്പോൾ മാസങ്ങൾ കഴിയും. മാസങ്ങൾ എന്നിപ്പോൾ പറയുന്നു, ആർക്കറിയാം. ചേച്ചിയുടെ സ്വരത്തിൽ ഈർഷ്യയുണ്ടായിരുന്നു. 10-1, 15-1 ആദ്യം അടച്ച് വീടും കാറും വാങ്ങുന്ന അത്ഭുതത്തെ പറ്റിയാണ് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞിരുന്നത്. മനോഹരമായ ഈ സ്ഥലത്ത് വീടുകൾ വന്നപ്പോൾ അതിലൊന്ന് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വാങ്ങി. വിശാലമായ സ്ഥലങ്ങളാണ് ചുറ്റും. അപ്പുറം ഗോൾഫ് കോഴ്സാണ്. അക്രമങ്ങളൊന്നും നടക്കാത്ത പ്രദേശം. 1.25 മണിക്കൂർ കാർ ഓടിച്ചു പോകുന്നത് വിഷമമാണ്, പ്രത്യേകിച്ചും 7 മണിക്ക് കൂടി ഇരുട്ടുവിടാത്ത മഞ്ഞുകാലത്ത്. പക്ഷെ ഈ വീട് കിട്ടിയത് ഭാഗ്യമാണെന്ന് ചേച്ചിയുടെ പരിചയക്കാരെല്ലാം പറയുന്നു. ജയന്ത് പടിഞ്ഞാറൻകരയിൽ സാൻഹോസയിൽ പോകും മുമ്പ് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ അടവുകളും കഴിഞ്ഞാലും കുറച്ചൊക്കെ മിച്ചം വെക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോൾ 2 വീടുകൾ വേണമല്ലോ, ചേച്ചി പറഞ്ഞു. തനിച്ചാവുമ്പോൾ ഷെർലക്കിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് എന്റെ ശബ്ദമൊന്ന് കേൾക്കണമല്ലോ. അയാൾക്ക് വിഷമം തോന്നി. ഷെർലക്കിന്റെ നിറം വിചിത്രമായിരുന്നു. ഇളം നീല, അല്ല ചാരനിറം കലർന്ന ഇളം നീല എന്ന് പറയാം. വിഷമം മാറ്റാൻ വേണ്ടി ചോദിച്ചു, സയാമീസ് എന്തു പറയുന്നു? സയാമീസ് അല്ല, ഏതോ ഒരു വർഗം. ജയന്തിനോട് വെറ്റിനറി ഡോക്ടർ പറഞ്ഞിരുന്നു, എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ മഞ്ഞുകാലത്ത് കാർ പാർക്കിങ്ങിന് പുറത്തത് ചുറ്റിത്തിരിയുന്നത് കണ്ടു. അപ്പോൾ ശ്രദ്ധിച്ചില്ല. പിന്നെ അത് രാത്രി വീട്ടുപടിക്കൽ വന്ന് മാന്തി ശബ്ദമുണ്ടാക്കി. വാതിൽ തുറന്നപ്പോൾ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ആഹ്ലാദത്തോടെ അകത്ത് കയറി സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നു. പാല് കൊടുത്തു. ഏതോ വീട്ടുകാർ വളർത്തിയ പൂച്ചയായിരിക്കണം. വീട്ടിൽ പെരുമാറാനുള്ള പരിശീലനം കിട്ടിയതാണ്. കോളനിയുടെ പുറത്തെ തപാൽപ്പെട്ടിയുടെ
വീടിന്റെ അടുത്തുള്ള നോട്ടീസ് ബോർഡിൽ പൂച്ചയെ കണ്ടുകിട്ടിയ വിവരം എഴുതി പതിപ്പിച്ചു. ആരും അന്വേഷിച്ചു വന്നില്ല. ഷെർലക് എന്ന് പേരിട്ടത് ജയന്താണ്. ഷെർലോക്ക്. കുട്ടിക്കാലത്ത് ജയന്ത് ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് വായിച്ചിരുന്നു. സാക്ഷാൽ ഷെർലക് ഹോംസ് എന്ന് തന്നെയാണ് ഇവന്റെ മുഴുവൻ പേർ. വെറ്റിനറി ഡോക്ടറുടെ രജിസ്റ്ററിൽ ഷെർലക് ഹോംസ് ഷിൻഡെ. ചേച്ചി ചിരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ചേച്ചിയുടെ ഉറക്കെയുള്ള ഒരു ചിരി കേൾക്കുകയാണെന്ന് ബാലു ഓർമ്മിച്ചു. അമേരിക്കയിലെ വളർത്തുപൂച്ചകളും അത്ഭുതജീവികളാണ്. വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെച്ചാൽ കൂടി തിരിഞ്ഞു നോക്കില്ല. കടയിൽ നിന്ന് പാക്കറ്റിൽ വാങ്ങുന്ന ക്യാറ്റ് ഫുഡ് മാത്രമാണ് ഭക്ഷണം. കട്ടുതിന്നാത്ത പൂച്ചകളുള്ള ഒരേ ഒരു നാട്. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ MD എഴുതി വെച്ച കഥകളാണ് ഇതൊക്കെ. അതിലുകൂടി നമ്മളെ അമേരിക്കയെ പരിചയപ്പെടുത്തുന്നു. ഒരു പൂച്ചയെ അതിലെ കഥാപാത്രമാക്കി കൊണ്ടുവരുന്നു. പല അവിടുത്തെ സാഹചര്യങ്ങളെ പരിചയപ്പെടുത്തുന്നു. മലയാളികൾക്ക് വിശാലമായ ഒരു വായനാലോകം തുറന്നു തന്ന ഒരു എഴുത്തുകാരനാണ് MD വാസുദേവൻ നായർ. ഇന്ന് നമ്മൾ ഓർക്കുന്നത് MD എന്ന മനുഷ്യനെ മാത്രമല്ല, ഒരു കാലത്തെ, ഒരു നദിയെ, ഒരു മനസ്സിനെ, ഭാഷയെ. മലയാള സാഹിത്യത്തിന്റെ മൗനമായ ശബ്ദമായിരുന്നു MD വാസുദേവൻ നായർ. അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിലും നമ്മിൽ തന്നെ അദ്ദേഹത്തിന്റെ കഥകളിലൂടെ തുടരുകയാണ് എന്നേക്കുമായിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു റേഡിയോ മലയാളത്തിൽ നിങ്ങൾ ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിനുള്ള ഒരു ഓർമാഞ്ജലി ആയിട്ട് കൂടിയാണ്. MD പറയുന്ന പോലെ ചെറുകഥയ്ക്ക് ഒരു വാസ്തുശില്പ സൃഷ്ടി പോലെ ത്രിമാനങ്ങളുള്ള ഒരു സുന്ദര രൂപം നൽകണം. ഒരു വാക്ക് അധികമായാൽ പോലും കഥ തകർന്നു പോകും. അതുകൊണ്ടുകൂടിയാണ് MDയുടെ കഥകൾക്ക് ഇത്ര മൂർച്ചയുള്ളത്. MDയുടെ എഴുത്ത് വായിക്കുമ്പോൾ നമുക്കതൊരു വളരെ ശാന്തമായിട്ട് തോന്നാം. പക്ഷെ അത് ജനിക്കുന്നത്, ആ കഥകൾ വായിച്ചു കഴിയുമ്പോൾ നമ്മിൽ അവശേഷിപ്പിക്കുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. താളക്കേടുകളുടെ തിരകളും ചുഴികളും കൊണ്ട് അസ്വസ്ഥമായ മനുഷ്യ ജീവിതത്തെയാണ് അദ്ദേഹം അവിടെ വരച്ചിടുന്നത്. ഈ താളക്കേടുകളെ താളാത്മകതയിലേക്ക് മാറ്റുന്ന ഒരു സാഹസിക യാത്രയാണ് എഴുത്തെന്ന് പറയുന്നത്. പൂർണ്ണത ഒരിക്കലും കയ്യിലാക്കുന്നില്ല, എന്നിട്ടും യാത്ര തുടരുകയാണ്. അതുകൊണ്ടാണ് MD തളരാതിരുന്നത്, എത്ര എഴുതിയിട്ടും മതിയാവാതെ ഇരുന്നത്. MD പൊതുവെ ചിരിക്കാത്ത ഒരാളാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം ചിരിക്കാറുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ തമാശകള് നമ്മൾ കഥകൾ വായിക്കുമ്പോൾ മനസ്സിലാവും, അത് നെഞ്ചി തട്ടുന്ന തമാശകളാണ്. അത് ചിന്തിപ്പിക്കാനുള്ള തമാശകളായിട്ടാണ് അദ്ദേഹത്തിന്റെ തമാശകളെ പോലും എഴുത്തുകാരൻ വായിച്ചെടുക്കുന്നത്. വേദനയിൽ നിന്ന് ജനിക്കുന്ന തമാശ, അത് ഭ്രാന്തൻ വേലായുധനിലും കുട്ടികളിലും മൗനങ്ങളിലും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ MDയുടെ പല കഥാപാത്രങ്ങളും കഥകളി പരിവേഷമുള്ളതുമുണ്ട്. അതിനകത്ത് പച്ചയിൽ നിന്ന് കത്തിയിലേക്കുള്ള മാറ്റം തന്നെ അനുദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമൂഴത്തിലെ ഭീമൻ, അപ്പുണ്ണി, ദുര്യോധനൻ, ഇവരെല്ലാം മനുഷ്യന്റെ ഉള്ളിലെ അഗ്നിപർവ്വതങ്ങൾ പേറുന്ന ആൾക്കാരാണ്. തക്കം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു അവസരം വരുമ്പോഴാണ് ഇതൊക്കെയും പൊട്ടിത്തെറിക്കുന്നത്. മറ്റുള്ള എഴുത്തുകാരിൽ നിന്ന് MDയെ വേർതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു നിഷ്ഠയാണ്. മുൻപ് എഴുതിയതിനേക്കാൾ മെച്ചപ്പെട്ടത് എഴുതാൻ കഴിയില്ലെങ്കിൽ എഴുതാതിരിക്കുക എന്ന നിഷ്ഠ. അതിനാലാണ് അദ്ദേഹത്തിന്റെ അവസാന കഥ പോലും മികച്ചതാകുന്നത്. MD അദ്ദേഹത്തിന്റെ കഥകളിലൂടെ നമ്മളെ പഠിപ്പിച്ചത് എങ്ങനെ മനുഷ്യനെ കാണണം, എങ്ങനെ അവനെ അറിയണമെന്നതാണ്. മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന തന്റെ നിലാനദിയെ അദ്ദേഹം തിരഞ്ഞെടുത്തത് തന്നെ അതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ചില കഥകളൊക്കെ ഇന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ്. വൈകാരിക സംഘർഷം അനുഭവിക്കുന്ന മനുഷ്യരുടെ മാനസിക ചലനങ്ങളെ വായനക്കാരിൽ ആഴത്തിലുള്ള സംവേദനമാക്കി മാറ്റിയതാണ് MDയുടെ വലിയ നേട്ടം. വൈയക്തികമായ സൂക്ഷ്മ അനുഭവങ്ങൾ യാഥാർത്ഥ്യ പ്രതീതിയുള്ള കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം കാവ്യാത്മകവും ഭാവഭദ്രവുമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തലമുറകളുടെ ഭേദമില്ലാതെ വായനക്കാർ MDയെ ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ ഭാഷ തട്ടും തടവുമില്ലാതെ ഒഴുകുന്ന നദി പോലെ ശാന്തമാണ്. പക്ഷെ ആ ശാന്തതയ്ക്കുള്ളിൽ വലിയ കരുത്തുണ്ട്. മൗനം വാചാലമാകുന്നത് തൂലികയിലൂടെയാണെന്ന് MD തെളിയിച്ചു. ഒരു ചെറുകഥ മനസ്സിൽ രൂപപ്പെടുമ്പോൾ അത് താൻ ഉദ്ദേശിച്ച നിലവാരത്തിൽ എത്തിയില്ലെങ്കിൽ ഉപേക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ ഒരു കർശനതയുണ്ട്. പത്രാധിപരെയോ പ്രസാധകരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എഴുതുന്ന ഒരാളായിരുന്നില്ല MD. എങ്ങനെയെങ്കിലും പൂർത്തിയാക്കുക എന്ന് അദ്ദേഹത്തിന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല. അതിനാലാണ് അദ്ദേഹത്തിന്റെ അവസാന ചെറുകഥയായ കാഴ്ച പോലും മികച്ച കഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്. എഴുത്തിന്റെ അവസാനം വരെ നിലവാരത്തെ സംരക്ഷിച്ചത് അദ്ദേഹത്തിന്റെ ഈ ഒരു നിഷ്കർഷയാണ്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ കഥകളേക്കാൾ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ കഥകളുടെ കഥകൾ. ശരിക്കും അത് മുഴുവൻ എഴുതി തീരാത്തത് കൊണ്ടാണ് MD ഇന്നും തുടരുന്നത്. മലയാളികളുടെ പല കാഴ്ചപ്പാടുകളെയും മാറ്റി എഴുതിയ ഒരാളാണ് MD. ഇപ്പം രണ്ടാമൂഴത്തിലെ ഭീമനാണെങ്കിലും ഭീമനെ കുറിച്ചുള്ള കൺസെപ്റ്റ് തന്നെ മാറി. വടക്കൻ വീരഗാഥയ്ക്കകത്തെ ചന്തു ആണെങ്കിലും ചന്തുവിനെ കുറിച്ചുള്ള മലയാളികളുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു അത്. അതുപോലെ നമ്മൾ അദ്ദേഹത്തിന്റെ ഏത് കഥകളിലൂടെയും സിനിമയിലൂടെയും കടന്നു പോവുകയാണെങ്കിലും വേറൊരു തലത്തിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കഥകളായിരുന്നു MDയുടെ കഥകൾ. പക്ഷെ വളരെ ശാന്തമായി തന്നെ അദ്ദേഹം നിലാനദി പോലെ തന്നെ മലയാളിയുടെ ഉള്ളിലൂടെ ശാന്തമായി അദ്ദേഹത്തിന്റെ കഥകളെ പ്രതിഷ്ഠിച്ചു. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥകൾ തന്നെയാണ്. സങ്കടങ്ങളും നെടുവീർപ്പുകളും നിസ്സഹായതകളും നിറയുന്ന മനുഷ്യന്റെ ഒരുപാട് അവസ്ഥകൾ പറഞ്ഞു പോകുന്ന മനുഷ്യ മനസ്സിന്റെ സംഘർഷങ്ങളെ അതിമനോഹരമായി എഴുതിയ ആളാണ് MD. ഇതിൽ ഒരുപാട് നന്ദി ചിത്ര ശിവൻ. MD കഥാകാലത്തിലൂടെ അക്ഷരമാസത്തിലൂടെ MDയുടെ കുറേയധികം കഥകൾ, 12ഓളം കഥകൾ അടങ്ങിയ കഥാസമാഹാരം ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ എത്തിയത്. നന്ദി രതീഷ്. മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന MDയുടെ 12 കഥകൾ അടങ്ങിയ പുസ്തകമാണിത്. ഓരോ
കഥയും ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങൾ തന്നെയാണ് പറയുന്നത്. വിത്തുകളും ഓപ്പോളും കർക്കിടവും കുട്ടിയടത്തിയും ഇരുട്ടിന്റെ ആത്മാവും ഒക്കെ നമുക്ക് നൽകുന്നത്. ഇതിൽ MD വാസുദേവൻ നായരുടെ ഏറ്റവും മികച്ച ചെറുകഥകളുടെ സമാഹാരം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും. MD കഥാകാലം തുടരുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും MDയുടെ മറ്റൊരു എഴുത്തുമായിട്ട് എത്തിച്ചേരാം. അതുവരെ ടാറ്റാ ബോബി പറയുകയാണ് രതീഷ്. കേട്ടോണിക്കു കഥാസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം 98.6 FM.